ഗുഡ് മോർണിംഗ് ശ്രീ പി കെ ശശി. കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം താങ്കൾ രാജിവെച്ചതിന് പിന്നാലെ ഒരുപാട് സംശയങ്ങൾ പ്രചരിക്കുന്നുണ്ട്. താങ്കൾ CPM വിടും എന്ന രീതിയിലുള്ള പ്രചാരണവും ഉണ്ട്. എന്താണ് സത്യം? താങ്കളുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കാനാണ് എനിക്ക് താല്പര്യം. ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ നേരിട്ട് പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് താങ്കൾ. SK പരിചയപ്പെടണം, ഒട്ടും വൈകാൻ പാടില്ല എന്ന് അങ്ങയോട് ബന്ധമുള്ള ഒരാൾ, ഒരു സന്ദീപ് എന്ന് പറയുന്ന ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ മാത്രമല്ല, എനിക്ക് നേരിട്ട് അങ്ങയുടെ പരിപാടികളൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് അങ്ങയെ വലിയ താല്പര്യമാണ്. ഞാൻ അങ്ങയുടെ ഒരു പരസ്പരം പ്രശംസയുടെ ഭാഗമായിട്ട് പറയുകയല്ല. ഈ പി കെ ശശി എന്നുള്ള പേര് എനിക്ക് പലപ്പോഴും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷൊർണൂർ വഴി കടന്നു പോകുമ്പോൾ ഇവിടെയാണല്ലോ ആ മനുഷ്യനുള്ളതെന്ന് ആലോചിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വാർത്തകൾ പിന്തുടർന്നുകൊണ്ടാകാം, അതല്ലെങ്കിൽ താങ്കളോട് തോന്നി ചില സൗഹൃദം കൊണ്ടാവാം. എന്തായാലും സന്തോഷം, ഇപ്പോഴെങ്കിലും നമ്മൾ കണ്ടുമുട്ടിയല്ലോ. ഇനി വൈകണ്ട, കാര്യം പറഞ്ഞോളൂ. താങ്ക് യു. ഞാൻ ഈ 18-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഔപചാരികമായി വിരമിക്കുന്നത്. അത് എൻ്റെ സ്വമനസ്സാലെയുള്ള എൻ്റെ സ്വന്തം താല്പര്യപ്രകാരമുള്ള ഒരു റെസിഗ്നേഷനായിരുന്നു. ആരുടെ പ്രേരണയുമില്ല, ആരുടെ സമ്മർദ്ദവുമില്ല, ഒരു നിർദ്ദേശവുമില്ല, ഒന്നുമില്ല. വ്യക്തിപരമായ ചില കാരണങ്ങളാൽ ഞാൻ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എഴുതി കൊടുത്ത ബഹുമാനപ്പെട്ട മന്ത്രിക്കും ടൂറിസം ഡയറക്ടർക്കും ടൂറിസം സെക്രട്ടറിക്കും കൊടുത്തിട്ടുള്ള റെസിഗ്നേഷൻ ലെറ്ററിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, 5 വർഷക്കാലത്തെ നല്ല അനുഭവങ്ങൾ, ആ നല്ല അനുഭവങ്ങളാണ് അനുഭവങ്ങൾ എനിക്കുണ്ട്. ഒരു ടീമായി നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട MD ആണെങ്കിലും അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡാണെങ്കിലും അവിടെയുള്ള ജീവനക്കാരാണെങ്കിലും അവരെയെല്ലാം ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ, ഒരു ടീമായി നിർത്താനും ഒരു കലക്റ്റീവായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിച്ചതിൻ്റെ ഭാഗമായി KTDCക്ക് നല്ല പുരോഗതി ഉണ്ടായ കാലമാണ് ഈ കാലം. മാത്രമല്ല, കഴിഞ്ഞ 15 വർഷക്കാലത്തിനിപ്പുറം ഇതാദ്യമായി തുടർച്ചയായി 2 വർഷം 2022, 23, 24 ഈ 2 വർഷങ്ങളിൽ ഈ പൊതുമേഖലാ സ്ഥാപനത്തെ പ്രോഫിറ്റിലെത്തിക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ പടിയിറങ്ങിയിട്ടുള്ളത്. ഇതും മറ്റ് വിഷയങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട യാതൊരു പ്രശ്നവും, കണക്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ശ്രീ പി കെ ശശി, KTDC ലാഭത്തിലാക്കിയ 2 കൊല്ലങ്ങൾ താങ്കൾക്കുണ്ടായി എന്ന് പറയുമ്പോൾ ഈ സന്തോഷകരമായ നിമിഷത്തിൽ എന്തിനാണ് താങ്കൾ രാജിവെച്ചൊഴിയുന്നത്? ആ സ്ഥാപനത്തെ കൂടുതൽ മികവിലേക്ക് കൊണ്ടുപോകാനല്ലേ ശ്രമിക്കേണ്ടത്? കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സ്വാഭാവികമായും അങ്ങനൊരു സംശയം തോന്നും. അല്ല, ഞാൻ പറയട്ടെ, ഈ 5 വർഷക്കാലത്തെ KTDC ചെയർമാൻ എന്നുള്ള നിലയിലുള്ള ഒരു അതൃപ്തിയും വകുപ്പോ മന്ത്രിയോ ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നും തന്നെ പ്രകടിപ്പിച്ചിട്ടില്ല. വളരെ നല്ല രൂപത്തിൽ നടന്നു വരുന്നു എന്ന് തന്നെയാണ് അവർക്കുള്ള അഭിപ്രായം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, തികച്ചും വ്യക്തിപരമാണത്. ഇനി ഈ സ്ഥാനത്ത് ഇരുന്നുകൂടാ. കാരണം എന്താ വെച്ചാൽ മറ്റു പല വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനിത് രാജിവെക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്തത്. ഞാൻ ഓർമ്മിക്കുകയായിരുന്നു, ഒരു കാലത്ത് പാലക്കാട് CPM എന്ന് കേട്ടാൽ പി കെ ശശിയുടെ പേര് ആദ്യം വരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ താങ്കൾ പാർട്ടിയോട് അകന്നു പോകുന്നു. പാർട്ടിയോട് അകലാൻ തക്ക കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ടോ പാലക്കാട് ജില്ലയിൽ? അതിനുത്തരം പറയേണ്ടത് ഞാനല്ല, അതിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ളയാൾ. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി നയിച്ച ഒരു ജനകീയ ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മീഡിയ പ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം, ശശിയായിട്ട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ, ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം ബ്രാഞ്ചിലിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പം ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് ഉറപ്പല്ലേ? ഈ UDF നേതാക്കളെ ഇതിനിടയിൽ താങ്കളെ ബന്ധപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്ത പ്രചരിക്കുന്നു. അപ്പോൾ നമുക്ക് കല്ലും നെല്ലും തിരിഞ്ഞ് കാര്യമൊക്കെ പറയാമല്ലോ. താങ്കൾ UDFിലേക്ക് ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ നേരെ അങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ, നേരെ താങ്കൾ പറയാൻ സാധ്യതയുള്ള ഉത്തരം എന്താണ്? അതെ ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ ഒരു UDF നേതാവുമായും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം UDF നേതാക്കന്മാരെ മുഖാമുഖം കണ്ടിട്ടില്ല എന്നല്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ മസ്കറ്റിലുണ്ടാവും. മസ്കറ്റിലേക്ക് വരാത്ത പൊളിറ്റിക്കൽ ലീഡർ ആരാളുള്ളത്? CPM നേതാക്കന്മാർ വരാറുണ്ട്, മിനിസ്റ്റേഴ്സ് വരാറുണ്ട്, ഓപ്പോസിഷൻ ലീഡർ വരാറുണ്ട്, മുമ്പത്തെ ഓപ്പോസിഷൻ ലീഡർ വരാറുണ്ട്.
സാഹിത്യകാരനായിട്ട് പപ്പേട്ടൻ അവിടെ സ്ഥിരമായി വരാറുണ്ട്. അവിടെ വന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് ബഹുമാന്യനായിട്ടുള്ള പപ്പേട്ടനുമായിട്ടാണ്, ടി പത്മനാഭൻ. അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമാണ്, എനിക്ക് അദ്ദേഹത്തെ വലിയ ബഹുമാനവും ആദരവുമാണ്. അതുപോലെ തന്നെ നമ്മുടെ എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള മുൻ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള വരാറുണ്ട്, അദ്ദേഹവുമായിട്ട് സംസാരിക്കാറുണ്ട്. ഇവരെല്ലാം വരുന്ന സമയത്ത് അവിടെ ആ ലോബിയിൽ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് അവരുമായിട്ട് കാണാറുണ്ട്, ലോക്യം പറയാറുണ്ട്. ഇതല്ലാതെ ഒരു രാഷ്ട്രീയ കാര്യങ്ങളും ഞാൻ ഇതുവരെ അവരുമായിട്ട് പങ്കുവച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ കാര്യവും അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല. തെറ്റായിട്ടുള്ള കാര്യമാണത്. ഈ നിമിഷം വരെ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അല്ല, ഒരു പ്രതീക്ഷ കൂടി, ഞാൻ മറ്റൊരു ദിവസം ഇതേ മോർണിംഗ് ഷോയിൽ UDF നേതാവ് PK ശശിയുമായിട്ട് സംസാരിക്കുന്നു എന്ന കാര്യം അനൗൺസ് ചെയ്യേണ്ടി വരില്ല എന്നാണോ താങ്കൾ നിലപാടെടുക്കുന്നത്? ഞാനിപ്പോൾ അത്തരമൊരു കാര്യം തീരുമാനിച്ചിട്ടില്ല SK. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഓക്കെ, ഞാൻ താങ്കളുടെ ബുദ്ധിപരമായ സത്യസന്ധതയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അതേസമയം ഒരു കാര്യം ഞാൻ പറയാം, പാലക്കാട്ടെ CPM ജില്ലാ സെക്രട്ടറിയുമായിട്ട് താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളതുള്ള വാർത്തകൾ നമുക്കിടയിൽ വരുന്നു. അതേപോലെ ഈ കൊഴിഞ്ഞാമ്പാറ പോലുള്ള പ്രദേശങ്ങളിലെ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ ജില്ലാ നേതൃത്വമായി ചില അകലം പാലിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ വിമതരായ ആളുകളെ അവരുടെ ഒരു നേതാവായിട്ട് താങ്കളെ കാണേണ്ടി വരില്ല എന്ന് ഞാൻ കരുതുന്നു. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ അവരുടെ മനസ്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന ആളുകൾ ഇപ്പോൾ ഇന്നലെ ആയിരുന്നല്ലോ ഈ പത്രക്കാരൻ്റെ അടുത്ത് വന്നത്, മാധ്യമപ്രവർത്തകർ എൻ്റെ അടുത്ത് വന്നത്. അവർ ചോദിച്ചു ഇങ്ങനെ ഒരു കൺവെൻഷൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കൺവെൻഷൻ്റെ വിവരം എനിക്കറിയില്ല. ഞാൻ ഈ പത്രങ്ങളിലൂടെ അറിഞ്ഞ വിവരങ്ങൾ മാത്രമാണ്, മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ വിവരം മാത്രമാണ് എനിക്കുള്ളത്. അപ്പോൾ അവർ ബന്ധപ്പെട്ടിരുന്നു ചോദിച്ചപ്പോൾ ബന്ധപ്പെട്ടിട്ടില്ല. ഈ നിമിഷം വരെ അവരാരും ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ സതീശൻ, കൊഴിഞ്ഞാമ്പാറയിലെ നേതാവായ സതീശൻ ഞാനുമായിട്ട് സംസാരിച്ചിരുന്നോ? ഞാനും സതീശന് തമ്മിൽ സംസാരിച്ചിട്ടില്ല, ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം അവർ കൺവെൻഷൻ വിളിക്കുന്നുണ്ടെങ്കിൽ ആ കൺവെൻഷനിലേക്ക് എന്നെ വിളിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു പക്ഷേ വിളിച്ചേക്കും, കാരണം അവർക്ക് താല്പര്യം ഉണ്ടാകുമല്ലോ, അവർക്ക് താല്പര്യം ഉണ്ടാകും. ഞാൻ SKയോടൊരു കാര്യം പറയട്ടെ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് ആളുകളെ യൂണിഫൈ ചെയ്യുന്നതിലാണ്. യൂണിഫിക്കേഷൻ പ്രോസസ്സ് വളരെ കൃത്യമായി നടക്കണം. ഈ പാർട്ടിയിൽ അങ്ങനെയുള്ള ഒരു യൂണിഫിക്കേഷൻ നടന്നിരുന്നൊരു കാലഘട്ടമുണ്ട്, ഏറ്റവും മനോഹരമായ ചൈതന്യമുള്ളൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം തെറ്റുകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ആളുകൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയ നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്. ഉദാഹരണത്തിന് ഞാൻ എടുത്തു പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ പോലും വളരെ ഗൗരവമായിട്ടുള്ള സംഘടനാപരമായ പ്രശ്നങ്ങൾ പാർട്ടി നേരിട്ട ഘട്ടത്തിൽ പോലും ആളുകളെ പാർട്ടിയിൽ നിന്ന് കളയാനല്ല അദ്ദേഹം നോക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ച ആളുകളെപ്പോലും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട്ടുകളയാതെ യോജിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമല്ലേ അദ്ദേഹം നടത്തിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നു നടത്തിയത്. അതിനുശേഷം സെക്രട്ടറിയായി വന്നിട്ടുള്ള ബാലകൃഷ്ണേട്ടൻ ആളുകളെ എല്ലാം ചേർത്ത് പിടിക്കുന്ന, എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ആ ചിരിയുടെ മുമ്പിൽ അത് മഞ്ഞുരുകിപ്പോകുന്നത് പോലെ അതങ്ങ് ഉരുകിപ്പോകില്ലേ. അതാണ് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആളുകളെ ഭിന്നിപ്പിക്കുന്നതിലല്ല, ആളുകളെ യോജിപ്പിക്കുന്നതിലാണ്, യൂണിഫൈ ചെയ്യുന്നതിലാണ് ഒരു പാർട്ടിയുടെ വിജയം കിടക്കുന്നത്. അങ്ങനെ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. ഒരു കാര്യം കൂടി, നമ്മുടെ മുഖ്യമന്ത്രിയുമായിട്ട് വളരെ അടുപ്പം സൂക്ഷിച്ചിട്ടുള്ള ഒരു, ഞാൻ പറഞ്ഞ താങ്കൾ കേട്ടാണെന്ന് വിശ്വസിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ അടുപ്പമുള്ളൊരു നേതാവായിട്ടാണ് താങ്കളെ അറിയപ്പെടുന്നത്. ആ ബന്ധത്തിൽ ഈ അടുത്ത കാലത്തായി എന്തെങ്കിലും ഉലച്ചിലുണ്ടായിട്ടുണ്ടോ? ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ യാതൊരു പോറലോ പൊട്ടോ ഉണ്ടായിട്ടില്ല. 100% വ്യക്തമായിട്ട് ഞാൻ പറയുന്നു. ഞാൻ അദ്ദേഹത്തെ പറ്റി പറയാറുള്ളത് എൻ്റെ പിതൃതുല്യനാണെന്നാണ്. എൻ്റെ പിതൃതുല്യനായ ഓക്കെ, താങ്കൾ പറഞ്ഞോളൂ. SK പറയൂ. അല്ല, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞത് മുഴുവിപ്പിക്കൂ. അല്ല, SK പറയൂ. SK എന്ത് ചോദിക്കും? അല്ല, ഞാൻ ഇത്രയേ ഉള്ളൂ. അങ്ങയുടെ പിണറായിയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞു വന്നത്. പറഞ്ഞോളൂ. അല്ല, അതെ, വിജയേട്ടനുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് കുറേ വർഷങ്ങളുടെ ബന്ധമാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം, പാലക്കാട് ജില്ലയിലെ പാർട്ടി ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിക്കാൻ വേണ്ടി സ്വന്തം തടി കൊടുത്തവനാണ് ഞാൻ. ഇത് അദ്ദേഹത്തിനറിയാം. അദ്ദേഹം അത് ഇപ്പോഴും ഓർക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിന് ഈ നിമിഷം വരെ യാതൊരു പോറലും ഏറ്റിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ആയിട്ടുള്ള ബന്ധം എനിക്ക് വളരെ വളരെ ദൃഢമായ ബന്ധം തന്നെയാണുള്ളത്. അദ്ദേഹത്തിന്
എൻ്റെ വീടും എൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെയാണ്. എൻ്റെ കുടുംബത്തിലെ ഓരോ ആളുകളെ, എൻ്റെ മക്കളെ പോലും അദ്ദേഹത്തിന് നേരിട്ട് കണ്ടാലറിയും. എവിടെ വെച്ച് കണ്ടാലും അദ്ദേഹം തിരിച്ചറിയും. പാർട്ടി സെക്രട്ടറി ആയപ്പോൾ താങ്കളെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് താങ്കൾ ആവർത്തിക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ ആ ചേർത്ത് പിടിക്കൽ ഉണ്ടായില്ല എന്നൊരു വിഷമം ബാക്കിയാകുന്നു. മുഖ്യമന്ത്രി ആയതിനു ശേഷവും മുഖ്യമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹം ഞാനുമായിട്ട് നല്ല സൗഹൃദം കാണിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിന് ചോദിക്കാനുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരെ ചൊവ്വേ പറയാറുണ്ട്. അതിന് മറുപടി ഞാൻ തിരിച്ചും പറയാറുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു മറയുമില്ലാതെ സത്യസന്ധമായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഗോവിന്ദ മാസ്റ്റർ പരാമർശം വന്നതിന് ശേഷം താങ്കൾ കുറച്ചുകൂടെ കിന്നനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ താങ്കൾ വിട്ടുപോകുന്നതിൽ പോകട്ടെ എന്നുള്ളൊരു നിലപാട് ഈ സെക്രട്ടറി പോലുള്ള ആൾക്കാർക്കുണ്ടോ പാർട്ടിയിൽ? അതിപ്പോൾ അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹം ഉൾപ്പെടെയുള്ള ചില ആളുകളുടെയും, അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഈ ജില്ലയിലെ ചില ആളുകളുടെയും ഒക്കെ തന്നെ നിലപാടുകളും അവരുടെ പരസ്യ പ്രസ്താവനകളും ഒക്കെ തന്നെ കഴിഞ്ഞ 40-45 വർഷത്തോളം കാലം, 40-ൽ പരം കൊല്ലങ്ങളോളം കാലം ഈ പാർട്ടിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച എന്നെ ദുഃഖിതനാക്കും എന്ന കാര്യത്തിൽ SKക്ക് സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? പിന്നെ നിങ്ങൾക്കറിയുമോ, തുടർച്ചയായി കഴിഞ്ഞ കുറച്ച് കാലമായി വേട്ടയാടപ്പെടുകയാണ്. അതിലെനിക്ക് പ്രയാസം ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ വേട്ടയാടപ്പെടുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് 1.25 കൊല്ലക്കാലമായി ഞാൻ ഒരു പ്രതികരണത്തിനും പോയില്ല. പിന്നെന്താ, പ്രതികരിക്കാനും ഞാൻ പാർട്ടിക്കെതിരായിട്ട് ഒരു പ്രതികരണത്തിന് ഞാൻ പോയിട്ടില്ല. ഈ നിമിഷം വരെ പോയിട്ടില്ല. പാർട്ടിയുടെ രാഷ്ട്രീയത്തെയോ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രത്തെയോ ഒന്നും ഞാൻ വെല്ലുവിളിച്ചിട്ടില്ല. അതിനെതിരായിട്ടൊരു നിലപാട് പോലും ഞാൻ സ്വീകരിച്ചിട്ടില്ല. പിന്നെ നടപടിയെടുത്തപ്പോൾ ശശി ഒരു പരിപാടിക്കും പോകാൻ പാടില്ല എന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതൊന്നും സ്റ്റേറ്റ് നേതൃത്വം പറഞ്ഞതല്ല. അനങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കയ്യിലിരുന്നോട്ടെ. ആ പട്ടികയിലൊന്നും ഞാൻ പെടില്ല. ഞാനീ പഠിക്കുന്ന കാലം മുതൽ, ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത്, എൻ്റെ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഈ വളരെ കൂടുതൽ തർക്കിക്കുന്ന ഒരാളാണ് ഞാൻ. പഠിപ്പിക്കുന്ന അധ്യാപകനോട് തർക്കിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ആ തർക്കം നന്നായി ആസ്വദിച്ചിരുന്ന അധ്യാപകരുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് ശുണ്ടിയെടുത്ത ആളുകളുണ്ട്. ആ കാലം മുതൽ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒരു മടിയുണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല ഈ കാര്യത്തിൽ. എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാനൊന്നും ഞാൻ ആരെയാ ഭയപ്പെടേണ്ടത്? എന്നെ എൻ്റെ നാട്ടുകാർക്കറിയാം. എന്നെ അറിയുന്ന പാലക്കാട് ജില്ലയിലുള്ള CPIMൻ്റെ പ്രവർത്തകന്മാർ ഇന്ന് പരസ്യമായിട്ട് ഇത് പറയില്ലെങ്കിലും ചില ആളുകൾ സ്വകാര്യമായി നമ്മളോട് പറയാറുണ്ട്, ശശിയേട്ടൻ്റെ നിലപാടാണ് ശരി, പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇതിൽ എതിർക്കേണ്ട ചില കാര്യങ്ങളെ എതിർക്കാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം ഞാൻ ഈ പാർട്ടിക്കെതിരാണെന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാലത്തും പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തോടും ബഹുമാനം വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ. ആരെയും വെല്ലുവിളിക്കാനും ആർക്കെതിരായിട്ടും ധിക്കാരം പറയാനും ഞാൻ പോയിട്ടില്ല. ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ താല്പര്യം കാണിക്കുന്നയാളാണ്. നിങ്ങൾക്കറിയോ, രാവിലെ ഞാനിവിടെ വീട്ടിലുള്ള സമയത്ത് കുറച്ച് സമയം ഞാനിവിടെ ഉള്ള വിവരം ഇപ്പോൾ പലർക്കും ഇന്നാണ് അറിഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ ധാരാളം ആളുകൾ എന്നെ കാണാൻ വരും. വ്യത്യസ്ത പാർട്ടികളിൽപ്പെട്ട ആളുകൾ അവരുടെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടും. അതിൽ പള്ളി കേസുണ്ടാകും, അതിൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്ന കേസുണ്ടാകും, അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെടേണ്ട കേസുണ്ടാകും, ഇങ്ങനെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെടേണ്ട കേസുണ്ടാകും. ഇതിലെല്ലാം അപ്പം തന്നെ ഇടപെടുക എന്ന രീതിയാണ്. വരുന്ന ആളുകളുടെ രാഷ്ട്രീയം ഞാൻ ചോദിക്കാറില്ല, വരുന്ന ആളുകളുടെ ജാതിയും മതവും ഞാൻ ചോദിക്കാറില്ല. ഈ ഒരു മതിപ്പും ആളുകൾക്കിടയിൽ എന്നെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു ശ്രീ PK ശശി. പുതിയ രാഷ്ട്രീയ ഇടവഴികൾ ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ വീണ്ടും സംസാരിക്കും. ഓക്കെ, താങ്ക് യു. താങ്കളുടെ ഈ നല്ലൊരു പ്രഭാതം താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു SK.
ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ശ്രീ പി.കെ. ശശി സംസാരിക്കുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ CPM ലുണ്ടായ ചില വളപൊട്ടലുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് വേദനയുണ്ട്, മുറിവേറ്റിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.